ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. കുറേ നാളായി നമ്മളിങ്ങനെ കണ്ടിട്ട്. എപ്പോഴും പറയുന്ന പോലെ വലിയ വാചകമൊന്നും അടിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഒരു കുട്ടി എപ്പോഴും കമൻറ്റ് ബോക്സിൽ ചോദിക്കും, ചേച്ചി എങ്ങനെയാണ് റീൽസ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്, ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. റിപ്ലൈ തന്നിട്ട് സാക്കി കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. സോ അതുകൊണ്ട് ചടപടയെന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പെട്ടെന്ന് പോവാം, ബിക്കോസ് അറിയാലോ, കുറേ എഴുതാനുണ്ട്, പഠിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്, അതിന് കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടും കാണുന്നെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താൽ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ ഒന്ന് കുത്തിപ്പൊട്ടിച്ച് ഓളെന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കുറേ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. പിന്നെ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വീഡിയോ കുറേ സമയം എടുത്തേ ഇടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മേടിക്കണ്ട. എന്നാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ എന്തൊക്കെയായി പറയുന്നേ? ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ യെസ്, അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ടിലാണ്. ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ക്യാപ്കട്ട്. ആൻഡ് ഇൻഷോട്ടിൽ ഞാൻ എഡിറ്റ് ചെയ്യും. ഇൻഷോട്ട് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാപ്കട്ടാണ്. ക്യാപ്കട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ എന്താ വേർഷൻസ് നമുക്ക് കിട്ടും. ബട്ട് അതിലും നമുക്ക് പേ ചെയ്യണം. ഐഫോണുകാരാണെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഐഫോണിൽ ക്യാപ്കട്ട് അവൈലബിൾ അല്ല. അത് നമ്മൾ കൺട്രി മാറ്റി വേണം എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഐഫോണിൽ കുറച്ച് പാടാണ് എഡിറ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമുക്ക് ആദ്യം തന്നെ ക്യാപ്കട്ടിൽ നമുക്ക് VPN ആപ്പ് വേണം. അത് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമുക്ക് സ്പീഡിൽ ഇങ്ങനെ ഓരോ എഫക്റ്റും എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രീമിയം എടുത്താൽ മാത്രമേ നമുക്ക് പ്രോ ആയിട്ടുള്ള എഫക്ട്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രീമിയം എടുക്കണം. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ VPN കൂടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എഫക്ട്സ് ഒക്കെ കുറച്ച് സ്പീഡായിട്ട് കിട്ടുള്ളൂ. ആൻഡ് ഇൻ്റർനെറ്റ് ഫാസ്റ്റ് ആയിരിക്കണം. നെറ്റ് ഇങ്ങനെ ഭയങ്കര റേഞ്ച് കുറവ് അങ്ങനത്തെ സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് പാടായിരിക്കും. പിന്നെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാം. പുതിയ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ന്യൂ പ്രോജക്റ്റ് എടുക്കാം. ഞാനിവിടെ ചെയ്ത് വെച്ച് ഒരെണ്ണം എടുക്കാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളടുത്ത് ഞാൻ ഒരു സോറി പറയേണ്ട അവസ്ഥയാണ്. ബിക്കോസ് എനിക്ക് എഫക്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല VPN ഓണാക്കിയിട്ട് കൂടെ. കാരണം നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം. ഞാനിതിൽ കൂടുതൽ കാര്യം ഉൾപ്പെടുത്തണില്ല. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്യാപ്കട്ടാണ്. റീസെൻ്റായിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്തത് ക്യാപ്കട്ടിലാണ്. നിങ്ങൾക്ക് ഒത്തിരി ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ക്യാപ്കട്ട് ഐഫോണിൽ കുറച്ച് ഇഷ്യൂ ആണ്. കാരണം പ്രോ വേർഷൻസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പ്രീമിയം വേണം. അഥവാ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് സേവ് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻ റെക്കോർഡാണ് എടുക്കാറ്. അങ്ങനെയാണ് ഞാൻ സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഉള്ള റേഞ്ചിൽ തന്നെ നിങ്ങൾ സേവ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് അതായത് റീൽസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അത് ഓവറായിട്ട് നമ്മളിങ്ങനെ ക്ലാരിറ്റി കൂട്ടിയിട്ട് ഇടുകയാണെങ്കിൽ അത് ഒന്നും കൂടെ കംപ്രസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാരിറ്റി കുറയും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നോർമലി ഇതിൽ ഏതാണോ റേഞ്ച് കൊടുത്തിട്ടുള്ളത് അത്രയിൽ തന്നെ അങ്ങ് ഡൗൺലോഡ് ചെയ്യാം. യൂട്യൂബിലാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റേഞ്ച് കൂട്ടാം, ക്ലാരിറ്റി കൂട്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ പറഞ്ഞേക്കാം. നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്, സോറി ഫോർ ദാറ്റ്. ആൻഡ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ട് ഒത്തിരി ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം, കട്ട് ചെയ്യാം, എഫക്ട്സ് ആഡ് ചെയ്യാം, ആനിമേഷൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കാം.
പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാപ് കട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാറ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊന്ന് അൺലോക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരുന്നാണ്. പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാറ്. അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് അതിൽ അലോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് വെച്ചിട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്യാപ് കട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.